Hello dear students. അപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായി തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അതിൽ രണ്ടാമത്തെ പാർട്ട് ഫിസിക്സിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് എടുക്കാൻ പോകുന്നത്. മക്കളെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒരുപാട് 3 മാർക്സിന്റെ ഒക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, ആ ഒരു രീതിയും അതുപോലെ തന്നെ അതെങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായി എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? സോ ലിസൺ. മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഓഫ് an equation will be equal to dimensional formula of RHS of that equation. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Using this principle, check whether the following equation is dimensionally correct. അതായത് half mv square is equal to mgh. ഇത് രണ്ടും ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്ത് മക്കളെ? ഓഫ് ഹാഫ് എം വി സ്ക്വയർ ആദ്യം ചെയ്ത് നോക്കുക. എമ്മിന്റെ എന്താ മക്കളെ? എം ആണ്. വിന്റെ എന്താ? LT⁻⁻1 അതിന്റെ സ്ക്വയർ ഉണ്ടാകും. ദാറ്റ് ഈസ് ML സ്ക്വയർ T⁻². ദാറ്റ് ഈസ് ML സ്ക്വയർ T⁻². ഇതുപോലെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? MGHന്റെ ചെയ്ത് നോക്കുക അല്ലെ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് MGH ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിന്റെ എം എൻ മാസ് അല്ലേ, ജിന്റെ LT⁻², എച്ചിന്റെ എന്താ? L ആണ്. സോ എന്താ മക്കളെ വരിക? ML സ്ക്വയർ T⁻². അപ്പൊ എന്താ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഹാഫ് എം വി സ്ക്വയറും ഡയമെൻഷണൽ ഫോർമുല ഓഫ് MGHും സെയിം ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Sketch the schematic diagram of vehicle on a banked road and mark various forces acting on it. Okay, നമ്മൾ പ്രീവിയസ് ഇതിൽ കണ്ടതാ, പ്രീവിയസ് വീഡിയോയിൽ കണ്ട ഇത് സെക്കൻഡ് പാർട്ട് ആ വീഡിയോന്റെ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ കണ്ടതാണ്. ഒരു കാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കാർ ഒരു ബാങ്ക്ഡ് റോഡിലാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഒന്ന് mg ഉണ്ടാകും, പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ടാകും, പിന്നെ ഫ്രിക്ഷൻ ഉള്ള കേസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ആരും ഉണ്ടാകും, ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇതാണ് വേരിയസ് ഫോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്താ മക്കളെ? ഇത് നിങ്ങൾ ആറെന്നോ എന്നോ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്. ഒബ്റ്റെയിൻ an expression for maximum safe speed for a vehicle in the banked road without considering friction. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ നോക്കടാ. ദ ബാങ്ക്ഡ് റോഡ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ പഠിച്ചിരുന്നു. ബാങ്ക്ഡ് റോഡിൽ കാറിന് ഉണ്ടാവുന്ന മാക്സിമം സ്പീഡ് പഠിച്ചിരുന്നു. ഇത് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ ആരൊക്കെയുള്ളത് പറ? mg ഉണ്ട്, ബാങ്കിങ് ആംഗിൾ തീറ്റ ആണ്, ഇത് നോർമൽ റിയാക്ഷൻ r ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ നോർമൽ റിയാക്ഷനെ കമ്പൗണ്ട് ആക്കണം. സോ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റയാണ്. അതുപോലെ ഇത് 90 - തീറ്റ, സോ ദിസ് ഇസ് തീറ്റ അല്ലേ? അപ്പോൾ ലിസൺ, അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ആറിന്റെ ഈ കമ്പൗണ്ട് എന്താണ്? r cos തീറ്റ. ആറിന്റെ ഈ കമ്പൗണ്ട് എന്താണ്? r sin തീറ്റ. ഇവിടെ സെന്റിമെറ്റൽ ഫോഴ്സ് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ദാ ഈ കമ്പൗണ്ടിനാണ്. അപ്പൊ എന്താ? mv²/r is equal to r sin തീറ്റ. അതുപോലെ mgനെ കൗണ്ടർ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? r cos തീറ്റ. അപ്പൊ എന്താ? mg is equal to r cos തീറ്റ. ഈ രണ്ട് സംഭവം നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്താ വരിക? mv²/r by mg. mg പറഞ്ഞാൽ mg/1 is equal to എന്താ മക്കളെ? r sin തീറ്റ by r cos തീറ്റ. r ക്യാൻസൽ, m ക്യാൻസൽ, sin by cos tan. അപ്പൊ എന്താ മക്കളെ? v²/rg എന്ന് വരും. v²/rg is equal to tan തീറ്റ. From here what is v²? rg tan theta. What is v? v is equal to root of rg tan theta. Friction ഇല്ലാത്ത കേസാണ്. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ആൻഡ് എ ലോറി. കാറുമുണ്ട് ലോറിയുമുണ്ട്. ഓക്കെ, ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. കാറിന്റെ കൈനറ്റിക് എനർജി KE, ലോറിന്റെ കൈനറ്റിക് എനർജി KE. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ഇതിൽ ആർക്കാണ് മൊമെന്റം കൂടുതൽ ഉണ്ടാകുക? ദ മൊമെന്റം ഓഫ് കാർ, ദ മൊമെന്റം ഓഫ് ലോറി. കാറിന്റെ മാസ് ഞാൻ സ്മോൾ എന്ന് എടുക്കുന്നു. ഓക്കെ, ലോറിന്റെ മാസ് ക്യാപിറ്റൽ M. ഓക്കെ, ആരാ വലുത്? ലോറിന്റെ മാസ് ആണ് വലുത്. റൈറ്റ്. ഓക്കെ, സോ ആരെ മൊമെന്റം ആണ് വലുത്? സോ വി ഹാവ് ദ റിലേഷൻ. എന്ത്? മൊമെന്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള ബന്ധം എന്താ മക്കളെ? നമുക്ക് വേണ്ടത് മൊമെന്റം ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. P is equal to root of 2mke ആണ്. എന്താണ്? 2mke ആണ്. ഓക്കെ, സോ ഫ്രം ഹിയർ ഇൻ ദിസ് കേസ് രണ്ടാളുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. മൊമെന്റം ഓഫ് കാർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ്
2 into mass of car into kinetic energy of car. Okay, next momentum of lorry is equal to root of 2 into mass of lorry into kinetic energy of lorry. രണ്ടാളും kinetic energy സെയിം ആണ്. ഞാൻ ഡിവൈഡ് ചെയ്യും. രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ എന്താ വരിക നോക്ക്. momentum of car by momentum of lorry is equal to root 2 k യും കട്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക root m by root m. ഇതിലാരാ വലുത്? റൂട്ട് എം ആണോ റൂട്ട് ക്യാപിറ്റൽ എം ആണോ? ഈ റൂട്ട് ഇത് സ്മോൾ എം ഇത് ക്യാപിറ്റൽ എം, ഇത് ചെറുത് ഇത് വലുതാണ്. സോ ദിസ് വിൽ ലെസ് ദാൻ 1. സോ ആരെ മൊമെന്റം ഓഫ് കാർ ഈസ് ലെസ് ദാൻ മൊമെന്റം ഓഫ് എന്തായിരിക്കും? ലോറി ആയിരിക്കും. കാരണം എന്താ പി സി ബൈ പി എൽ ലെസ് ദാൻ 1 ആണ്. അപ്പം പി സി ബൈ പി എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ പി സി ലെസ് ദാൻ എന്തായിരിക്കും? പി എൽ. സോ മൊമെന്റം ഓഫ് ലോറി വിൽ ബി ഗ്രേറ്റർ. ഓക്കെ ആണല്ലോ മക്കളെ? ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചോദിക്കാം. അതായത് ലോറിയും ഉണ്ട് കാറും ഉണ്ട് ലോറിയും ഉണ്ട്. ഓക്കെ അല്ലേ? രണ്ടാളുടെയും മൊമെന്റം സെയിം ആണ്. ഓക്കെ, ഇവന്റെ മാസ് എമ്മും ഇവന്റെ മാസ് ക്യാപിറ്റൽ എമ്മും. ഓക്കെ, നൗ മൊമെന്റം രണ്ടാക്കും സെയിം ആണെങ്കിൽ ആർക്കാ കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവുകയാണ്? കൈനറ്റിക് എനർജി ഓഫ് കാറും ദ കൈനറ്റിക് എനർജി ഓഫ് എന്താണ്? ലോറിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താ പറയുക മക്കളെ? കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് എന്താ മൊമെന്റം? എന്താ പി സ്ക്വയർ ബൈ 2m എന്ന ഇക്വേഷൻ ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് കാർ ഇസ് ഈക്വൽ ടു മൊമെന്റം സെയിം അല്ലേ? സോ പി സ്ക്വയർ ബൈ 2 ഇൻറ്റു സ്മോൾ എം ആണ്. കൈനറ്റിക് എനർജി ഓഫ് ലോറി ഇസ് ഈക്വൽ ടു എന്താണ്? പി സ്ക്വയർ ബൈ 2 ക്യാപിറ്റൽ എം ആ കൊടുക്കേണ്ടത്. ഡിവൈഡ് ചെയ്യാം. സോ കൈനറ്റിക് എനർജി of car by kinetic energy of lorry is equal to p square cut down 2 cut off. പിന്നെ എന്താ ഉണ്ടാവുക? m by m ഉണ്ടാവും. ഓക്കെ അല്ലേ? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം എന്താണ്? ഗ്രേറ്റർ ദാൻ 1. സോ ഇവിടെ എന്താ? കെ ഇ സി കൈനറ്റിക് എനർജി ഓഫ് കാർ ഈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് ലോറി എന്ന് വരും. എന്ന് പറഞ്ഞാൽ കാറിനാണ് കൂടുതൽ എന്തുണ്ടാവുക? കൈനറ്റിക് എനർജി ഉണ്ടാവുക. സെറ്റ് അല്ലേ? മാസ് കുറഞ്ഞാക്കാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക. എന്ത് സെയിം ആണെങ്കിൽ? മൊമെന്റം സെയിം ആണെങ്കിൽ. കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ മാസ് കൂടിയാക്കാണ് എന്തുണ്ടാവുക? മൊമെന്റം കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. മക്കളെ, വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യണം, പ്രൂവ് ചെയ്യുകയും ചെയ്യണം. നോക്കടാ, എന്താണ് പിന്നെ വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ ബൈ all the forces on a body will be equal to change in kinetic energy. Work done by all the forces on a body will be equal to change in kinetic energy. ഇതാണ് work energy theorem. Okay അല്ലേ? work done is equal to change in kinetic energy. ഇത് പ്രൂവ് ചെയ്യാൻ മക്കളെ നോക്കടാ, ഒരു ബ്ലോക്ക് ആ ബ്ലോക്ക് ഇനീഷ്യലി റെസ്റ്റിലാണ്. ബ്ലോക്ക് മൂവ് ചെയ്ത് ഇവിടെ എത്തി, വെലോസിറ്റി v ആയി. ഓക്കെ, ഇനീഷ്യലി റെസ്റ്റിലാക്കണ്ട, ഒരു വെലോസിറ്റി ആയിക്കോട്ടെ, ജനറൽ കേസ് ആക്കിയതാ. അപ്പോൾ ലിസൺ എന്താ? ഒരു വെലോസിറ്റി യു വെലോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായി മാറി? വി ആയി മാറി. അത് അവിടേക്ക് എത്തുമ്പോൾ എസ് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുന്നു, യൂണിഫോം ആക്സിലറേഷനിലാണ് പോണത്. സോ ഹിയർ വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് പറഞ്ഞാൽ എന്താ? ഇവന്റെ മാസ് എം ആണെങ്കിൽ എം എ ഇൻറ്റു എസ് ആണ് അല്ലേ? നമുക്കവിടെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് 2as? 2as is equal to v square minus u square. What is as? v square minus u square by 2. Substitute ചെയ്യുക. as ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? m into v square minus u square by 2 ഉണ്ടാവും അല്ലേ? that is equal to mv square by 2 minus mu square by 2. that is equal to half mv square minus half mu square. that is change in kinetic energy, that is work done. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണല്ലോ മക്കളെ? യെസ്, പെർഫെക്റ്റ്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കടാ, എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? എ സ്ട്രിങ് ഈസ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ടു ഫിക്സഡ് സപ്പോർട്ട്സ് ആൻഡ് എ നോട്ട് ഓഫ് സൗണ്ട് ഈസ് ഹേർഡ് വെൻ ഇറ്റ് ഈസ് പ്ലക്ഡ് അറ്റ് ഇറ്റ്സ് മിഡിൽ പോയിന്റ്. അതായത് രണ്ട് എൻസിനടുക്ക് ഒരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്ത് വെച്ചു, ആ ഒരു സ്ഥലത്ത് പ്ലക്ക് ചെയ്തു, അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഹൗ സ്റ്റാൻഡിങ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. മക്കളെ, സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഒരു സ്ട്രിങ്ങിൽ രണ്ട് ഭാഗത്ത് ഈ ഭാഗത്തേക്കും
ട്രാവലിംഗ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ട് ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ്സുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് എന്ത് വേവ്സ് ഉണ്ടാവുക സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാവുക ഓക്കെ അല്ലേ സ്റ്റാൻഡിംഗ് വേവ്സ് വിൽ പ്രൊഡ്യൂസ് if two traveling waves which are traveling opposite directions are superimposed ഓക്കെ ആണല്ലോ അപ്പോഴാണ് എന്തുണ്ടാവുക ട്രാവലിംഗ് വേവ് ഉണ്ടാവുക ഒരേ ഡയറക്ഷനിൽ പോകുന്ന രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ വീണ്ടും അത് എന്ത് തന്നെയാണ് ട്രാവലിംഗ് വേവ് തന്നെയാണ് ആവല് എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന രണ്ട് ട്രാവലിംഗ് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് എന്ത് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക സ്റ്റാൻഡിംഗ് വേവ്സ് എന്ത് ചെയ്യുക പ്രൊഡ്യൂസ് ചെയ്യുക സെറ്റ് അല്ലേ മക്കളെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം ഓക്കെ അല്ലേ when two traveling waves which are traveling in the opposite directions are superimposed then that results a standing wave okay അല്ലേ സെറ്റ് അടുത്ത് derive an expression for the frequency of sound produced by the first two modes of vibration ആദ്യത്തെ രണ്ട് മോഡ്സ് ഓഫ് വൈബ്രേഷന്റെ എന്ത് കാണണം ഫ്രീക്വൻസി ഓഫ് സൗണ്ട് കാണണം ഏതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ് മക്കൾ നോക്കടാ ഞാൻ പറയാൻ പോവാണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ് ആദ്യത്തെ ഫണ്ടമെന്റൽ മോഡിലെ ആദ്യത്തെ ടു മോഡ്സ് എന്നല്ലേ പറഞ്ഞ ഫസ്റ്റ് ടു മോഡ്സ് ഓക്കെ ഇത് ഫസ്റ്റ് മോഡാ മക്കളെ എന്താണ് ദിസ് ഈസ് ഫസ്റ്റ് മോഡ് അപ്പോൾ ഫസ്റ്റ് മോഡ് വരക്കുന്നു ഇതിൽ നോഡും ആന്റി നോഡും മാർക്ക് ചെയ്യുന്നു നോഡ് ആന്റി നോഡ് നോഡ് ഓക്കെ ആണല്ലോ ഇതിന്റെ ലെങ്ത് ആണ് മക്കളെ എന്ത് എൽ ഓക്കെ ഇത് ശരിക്കും ഒരു നോഡും തൊട്ടടുത്ത നോഡും തമ്മിലുള്ള അകലം λ/2 ആയിരിക്കും സോ ഈ എൽ എന്ന് പറയുന്നത് എന്താണ് λ/2 ആണ് λ1/2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം സോ ഫ്രം ഹിയർ വാട്ട് ഈസ് λ1 2L ആണ് ഓക്കെ അല്ലേ നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി ആണ് സോ വാട്ട് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു C/λ അല്ലെങ്കിൽ V/λ ഓക്കെ അല്ലേ V/λ ഈസ് ഈക്വൽ ടു V/ വാട്ട് ഈസ് λ 2L സോ വാട്ട് ഈസ് ന്യൂ1 ഇത് λ1 ന്യൂ1 ഓക്കെ ഫസ്റ്റ് ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് സോ ന്യൂ1 ഈസ് ഈക്വൽ V/λ1 എന്ന് വരും ഓക്കെ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇനി വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം 1/2L ഇൻറ്റു V എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് T/μ ആണ് വാട്ട് ഈസ് ടി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ് മ്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തുമാണ് ഓക്കെ സോ ഇതും എന്താണ് ആ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ തന്നെയാണ് ഇതാണ് ഫസ്റ്റ് മോഡിന്റെ കേസ് ഇനി സെക്കൻഡ് മോഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതെങ്ങനെ വരക്കണം എന്ന് ചോദിച്ചാൽ ലൈക്ക് ദിസ് ഇങ്ങനെയാണ് രണ്ടാമത്തെ മോഡ് വരക്കേണ്ടത് ഫസ്റ്റ് മോഡിൽ ഒരു ഉണ്ടയാണെങ്കിൽ സെക്കൻഡ് മോഡിൽ രണ്ട് ഉണ്ടകൾ കാണും സെറ്റ് അല്ലേ ഇനി നോഡ്സും ആന്റി നോഡ്സും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് നോഡാണ് ഇത് ആന്റി നോഡാണ് ഇത് നോഡാണ് ഇത് ആന്റി നോഡാണ് ഇത് നോഡാണ് ഈ നോഡും തമ്മിൽ λ/2 ഈ നോഡും തമ്മിൽ വീണ്ടും λ/2 സോ മൊത്തം എത്ര ഉണ്ടാവും ഒരു ഫുൾ λ ഉണ്ടാവും ഓക്കെ അല്ലേ മൊത്തം സ്ട്രിംഗ് ലെങ്ത് L ആണ് സോ L is equal to λ ആണ് സോ λ2 എന്ന് കൊടുക്കാം സോ വാട്ട് ഈസ് ന്യൂ2 is equal to V/λ2 is equal to V/λ2 പറഞ്ഞ L that is equal to 2 into V/2L എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ല V/2L എന്താണ് ന്യൂ1 ആണ് സോ നമുക്ക് എന്ത് ചെയ്താൽ വേണമെങ്കിൽ 2 into ന്യൂ1 എന്ന് എഴുതാം സെറ്റ് അല്ലേ റെഡി ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ മാറ്റി എഴുതാം ന്യൂ2 is equal to എന്ത് എഴുതാം അപ്പോൾ 1/L into root of T/μ എന്ന് വേണമെങ്കിലും എഴുതാം ഓക്കെ അല്ലേ എന്ന് വേണമെങ്കിലും എഴുതാം അല്ലെങ്കിൽ ന്യൂ2 is equal to എന്താണ് V/L എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസാണ് ഇതുപോലെ ഓപ്പൺ പൈപ്പ് ഉണ്ട് ക്ലോസ്ഡ് പൈപ്പ് ഉണ്ട് രണ്ടും പഠിച്ചു വെക്കുക വളരെയധികം ചാൻസ് ഉണ്ട് വളരെയധികം ചാൻസ് ഉണ്ട് 99.9% ഉറപ്പിച്ചോ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും വെരി സിമ്പിൾ ഏരിയ ഓക്കെ റൈറ്റ് നെക്സ്റ്റ് Where will a man hear a louder sound in the case of stationary waves, node or antinode? ഒരാൾ സ്റ്റേഷനറി വേവ്സിൽ നിന്നും എവിടെയാണ് ഏത് ഭാഗത്താണ് മാക്സിമം സൗണ്ട് മാക്സിമം ഇന്റൻസിറ്റി സൗണ്ട് കേൾക്കുക ഒരു സംശയം വേണ്ട ആന്റിനോഡ്സിലാണ് ബിക്കോസ് ആന്റിനോഡ്സിലാണ് പാർട്ടിക്കിൾസിന് മാക്സിമം എന്തുണ്ടാവുക ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവുക അതായത് ഈ സ്ട്രിങ്ങിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നോക്കൂ മക്കളെ ഇവിടെ കുറേ പാർട്ടിക്കിൾ
പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ ആണ് ഈ രീതിയിലേക്ക് ഓസിലേറ്റ് ചെയ്യുക. ഈ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഈ പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ പറ്റിയ ആന്റി നോഡ്സിലുള്ള പാർട്ടിക്കിൾസിന് മാത്രമാണ്. എന്നാൽ നോഡ്സിലുള്ള പാർട്ടിക്കിൾസിനാണെങ്കിലോ, നോഡ്സിൽ കാണുന്ന പാർട്ടിക്കിൾസിന് ആ പോയിന്റിൽ നിന്ന് അനങ്ങാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് 0 ആർക്ക്, നോഡിലുള്ള പാർട്ടിക്കിൾസിന്. എന്നാൽ ആന്റി നോഡ്സിലുള്ള പാർട്ടിക്കിൾസിനോ മാക്സിമം എന്ത് കിട്ടും, ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കിട്ടും. ഒരു ട്രാവലിംഗ് വേവ് ആണെങ്കിൽ അവിടുത്തെ ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ ഏത് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്നാൽ സ്റ്റാൻഡിംഗ് വേവ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കിളിനും ഒരേ ആംപ്ലിറ്റ്യൂഡ് കിട്ടില്ല. ഓരോ പാർട്ടിക്കിളിനും വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡ്സേ കിട്ടുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ ഈ കാണുന്ന ആന്റി നോഡ്സിനാണ് എന്ത് കിട്ടുക, മാക്സിമം എന്ത് കിട്ടുക, ആംപ്ലിറ്റ്യൂഡ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, a projectile is projected with a velocity v0 making an angle theta. ഒരു പ്രൊജക്ടൈൽ ഇതാ v0 വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിൽ വിട്ടു. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴും. സെറ്റ് അല്ലേ, സെറ്റ്. ഇനി അടുത്ത് എന്താണ് അവർക്ക് വേണ്ടത്, ഫൈൻഡ് ദ എക്സ്പ്രഷൻസ് ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാക്സിമം ഹൈറ്റും കാണണം, ടൈം ഓഫ് ഫ്ലൈറ്റും കാണാം. നോ ഇഷ്യൂസ്. നോക്കണം മക്കളെ, ഞാൻ വേഗം എന്താ ചെയ്യാറ്, നിങ്ങൾക്ക് വേഗം ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ വേറെ കമ്പോണൻസ് ആക്കും. ഇതെന്താ v0 cos തീറ്റ, ഇതെന്താ v0 sin തീറ്റ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ 2 ഡയമെൻഷനിൽ പോകുന്നു. ആ 2 ഡയമെൻഷനെ ഞാൻ 2 1 ഡയമെൻഷൻ ആക്കും. അപ്പോൾ ഇതാ ഒരു 1 ഡയമെൻഷൻ മോഷൻ ഇങ്ങനെ v0 cos തീറ്റ എന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടം വരെ പോകുന്നു എന്നും, വേറൊരു പാർട്ടിക്കിൾ ഇവിടുന്ന് മുകളിലേക്ക് v0 sin തീറ്റ എന്ന വെലോസിറ്റിയിൽ ഈ ഹൈറ്റ് വരെ പോയിട്ട് അത് മടങ്ങി വരുന്നു എന്നും ഞാൻ അങ്ങ് കൺസിഡർ ചെയ്യും. സെറ്റാണല്ലോ. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു മോഷനെ കൺസിഡർ, ഇവിടം വരെ പോയിട്ട് അവിടുന്ന് വീണ്ടും താഴേക്ക് തന്നെ എന്ത് ചെയ്യും, മടങ്ങി വരും. ഈ 2 മോഷൻസിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റിലാണ് ഈ സാധനം എന്ത് ചെയ്യണത്, പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇതെന്താണ്, യൂണിഫോം ആക്സിലറേഷനിലാണ് പോണത്, ഇത് യൂണിഫോം വെലോസിറ്റിയിലാണ് പോണത്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് മാക്സിമം ഹൈറ്റ് കാണണം, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണം. ആയിക്കോട്ടെ, മാക്സിമം ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കിൾ മുകളിലേക്ക് പോയി താഴേക്ക് എത്തുമ്പോഴേക്കും ഇവൻ ഇവിടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും സംഭവിക്കുക എന്താ വെച്ചാൽ, ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ പോയി ഇങ്ങനെ വീഴുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോയി ഇവിടെ എത്തും, പിന്നെ ഇങ്ങനെ പോയി ഇവിടെ എത്തും. കണ്ടോ, ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോയി അവിടെ എത്തി, പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി. ഓക്കെ, അപ്പോഴേക്കും ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇനി ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. കണ്ട. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിൾ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ പോകും. റൈറ്റ്, ഇതാണ് മോഷൻ. അതിൽ ഇതെന്താണ്, യൂണിഫോം വെലോസിറ്റി. ഇതെന്തിലാണ്, യൂണിഫോം ആക്സിലറേഷനിൽ. റൈറ്റ് ആണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൻ ഇവിടെ എത്തുമ്പോൾ ഇവൻ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ ഇതാണല്ലോ ശരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനം ആണ്. അപ്പോൾ ഇവൻ ഇവിടെ എത്തുമ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവന്റെ വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താ, മാക്സിമം ഹൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പാർട്ടിക്കിളിന്റെ അപ്വേർഡ് മോഷൻ മാത്രം എന്താ, v0 sin തീറ്റയിൽ പോയിട്ട് ഏറ്റവും ടോപ്പിലെത്തും. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വൈയിലേക്കുള്ള ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താ, vy, എന്താ 0. ഇനി ആക്സിലറേഷൻ അലോങ് y ആക്സിസ് എന്താ, -g. ഇയാൾ പോകുന്ന വൈയിലേക്കുള്ള അയാൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ, അതിനെ ഞാൻ h max എന്ന് വിളിക്കും. എന്താ വിളിക്കുക, h max. സോ ഇവിടെ ഞാൻ ഇത് യൂണിഫോം ആക്സിലറേഷനിൽ പോവായതുകൊണ്ട് ഇവിടെ ഞാൻ v² = u² + 2as എന്നുള്ള ഇക്വേഷൻ കൊടുക്കുകയാണ്. സോ v² = u² + 2as. സോ ഇതിനൊക്കെ ഞാൻ y എന്ന് കൊടുക്കും. ഇതൊക്കെ വൈയിലേക്കാണുള്ളത്, y എന്ന് കൊടുത്തു. ഓക്കെ, നൗ വാട്ട് ഈസ് vy 0 = what is uy, u sin theta. അതിന്റെ എന്തുണ്ടാവും, ഹോൾ സ്ക്വയർ പ്ലസ് 2 into -g into sy എന്താ, h max. -2g h max ലെഫ്റ്റിലേക്ക് എടുത്താൽ 2g h max is equal to u² sin² theta എന്ന് വരികയും,
So H max will be equal to U square sin square theta by 2g ആവുകയും ചെയ്യും. So we got the H max. ഇനി നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിന് വേണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ്. ഏത് മോഷനാണ്? അപ്പ് ആൻഡ് ഡൗൺ. സോ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിന് വേണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. എന്താണ്? മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് താഴേക്ക് തന്നെ വരുന്ന മോഷൻ. ഓക്കെ, സോ യു വൈ എന്താണ്? യു സൈൻ തീറ്റ. സോറി, യു അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് യു ആണ്. V0 അല്ലിനോ? സോറി നമ്മൾ ഉപയോഗിക്കേണ്ടത് V0 ആട്ടാ. നമുക്ക് V0 തന്നല്ലേ. സോ V0 കേട്ടോ, V0. ഓക്കെ, നൗ യു വൈ എന്താ? V0 സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ എസ് വൈ എന്താ വരിക? 0. കാരണം എന്താ? പോയി താഴേക്ക് തന്നെ വന്നു. ഓക്കെ, ഇവിടെ എ വൈ എന്താ? ആക്സിലറേഷൻ -g. സെറ്റ് അല്ലേ? നൗ ഇവിടെ ഞാൻ ദാ S is equal to ut plus half at square എന്ന ഇക്വേഷൻ കൊടുക്കാൻ പോവാം. അപ്പോൾ എസ് വൈ ആയി, യു വൈ ആയി, എ വൈ ആയി. വാട്ട് ഈസ് എസ് വൈ? 0 is equal to എന്താണ് യു വൈ എന്ന് പറഞ്ഞാൽ? യു വൈ എന്ന് പറഞ്ഞാൽ V0 സൈൻ തീറ്റ ഇൻറ്റു ടി എന്താവും? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം എന്താ? ഈ ടൈം ടേക്കൺ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ അല്ലേ? നൗ ടൈം ഓഫ് ഫ്ലൈറ്റ് പ്ലസ് ഹാഫ് ഇൻറ്റു -g ഇൻറ്റു ടി സ്ക്വയർ. ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്താ? ഹാഫ് g ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ ഇൻറ്റു ടി വരും. ഒരു ടി കട്ടാവും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താ? GT. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 2V0 സൈൻ തീറ്റ ബൈ g എന്ന് വരും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്സ്. വെരി സിമ്പിൾ. ഓക്കെ, ചോദിക്കാൻ വളരെ അധികം ചാൻസ് ഉള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? Energy can neither be created nor be destroyed, but it can transform from one form to another form. Simple. Okay. Next. Prove the law of conservation of mechanical energy in the case of freely falling body. മക്കളെ, കഴിഞ്ഞ തൊട്ട് മുൻപെടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ബോഡി താഴേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. U0 ആണ്. അങ്ങനെ ആ ബോഡി എ എന്ന പോയിന്റിൽ, ബി എന്ന പോയിന്റിൽ, സി എന്ന പോയിന്റിൽ, ഇങ്ങനെ 3 പോയിന്റിൽ എത്തുമ്പോഴുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ട് ആഡ് ചെയ്യുമ്പോൾ 3 സ്ഥലത്തും നമുക്ക് കിട്ടിയ MgH ആയിരുന്നു. അത് പ്രൂവ് ചെയ്യുക. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വീണ്ടും സോൾവ് ചെയ്യുന്നില്ല. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. മക്കളെ നോക്കടാ, എന്താണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ? എന്താ ബെർണോളി പ്രിൻസിപ്പിൾ? ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ the sum of, okay, for an ideal fluid flow, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോയിൽ, okay, the sum of, okay, sum of ആരൊക്കെയാണ്? പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം will be, okay, sum of, sorry, പറയാൻ വിട്ടുപോയി, the sum of pressure energy, kinetic energy and potential energy per unit volume will be a constant. Okay, for an ideal fluid flow, the sum of pressure energy, kinetic energy and potential energy per unit volume will be a constant. ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. അത് നിങ്ങൾ എഴുതുന്ന കൂടെ തന്നെ ഈ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾ എഴുതി വെക്കണം. P plus half rho v square plus h rho g is equal to a constant. ഈ സാധനങ്ങൾ വേർഡ്സ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നെക്സ്റ്റ്, അത് പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇവിടെ നോക്കടാ, ബെർണോളിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബെർണോളി പ്രിൻസിപ്പിൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാട്ടോ. നോക്കടാ, ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു. P1 പ്രഷറിലാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ലീവ് ചെയ്യുന്ന പ്രഷർ P2 ആണ്. ഓക്കെ, സോ ഈ ഫ്ലൂയിഡ് ഡെൽറ്റ, ഞാൻ ഒരു ചെറിയ വോളിയം ഓഫ് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ x1 ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഈ ഒരു ഫ്ലൂയിഡ്, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ അത് ഒരു ഡെൽറ്റ x2 ലെങ്ത്തിലേക്ക് എത്തും. ബിക്കോസ് ഏരിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ഡെൽറ്റ, ആ ഫ്ലൂയിഡ് എത്തുമ്പോഴേക്കും ഡെൽറ്റ x2 ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഏരിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ഏരിയ എന്താടാ A2 ആണ്. ഇവിടെ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി V1 ആണ്, ഇവിടെ ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? V2 ആണ്. അതുപോലെ തന്നെ
ഇവരെ ഹൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഫസ്റ്റ് ഉള്ള ഹൈറ്റ് h1 ആണ്. ഇയാളുടെ ഡാറ്റ ലൈൻ, ഇത് ഡാറ്റ ലൈൻ എന്നാണ് വിളിക്കുക കേട്ടോ, ബേസ് ലൈൻ. ഓക്കെ, ബേസ് ലൈനിന് ഇയാളുടെ ഹൈറ്റ് എന്തിലാണ്? h2ലാണ്. അങ്ങനെ ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, വർക്ക് ഡൺ അത് കൺസർവേറ്റീവ്, ഇത് ശരിക്കും കുറേ എന്തുണ്ട് വർക്കുകളുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഇങ്ങനെ പറയാണ് വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസിൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അവർ ചെയ്യുന്ന വർക്ക് പ്ലസ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇതൊക്കെയാണ് ശരിക്കും എന്ത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ശരിക്കും വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്താണ് വർക്ക് എനർജി തിയറത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഇക്വേഷൻ അത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ അല്ലേ, എന്താണ് വർക്ക് ഡൺ? നെറ്റ് വർക്ക് ഡൺ ആണ്. ഇവിടുന്ന് P1 പ്രഷറിൽ തള്ളുന്നു, ഇവിടുന്ന് P2 പ്രഷറിൽ തള്ളുന്നു. ഓക്കെ, അപ്പോൾ വർക്കിലുണ്ടായ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അതായത് വർക്ക് ഡൺ നമ്മൾ കാണുന്നത് എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേ. അപ്പോൾ എങ്ങനെ എഴുതാൻ പോവാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് S എന്ന് കൊടുക്കുക. അതാണ് വർക്ക് ഡൺ അറ്റ് ഫസ്റ്റ് സെക്ഷൻ. ഈ സെക്ഷനിലുള്ള വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ F1 എന്ന് കൊടുത്തു കേട്ടോ, S1 എന്ന് കൊടുത്തു. P1 ഇൻറ്റു A1, ഇവിടെ പ്രഷർ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ആണ്, ഇവിടുത്തെ എന്ത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ x1 ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അറ്റ് ഫസ്റ്റ് സെക്ഷൻ. ഇനി എന്താണ് വർക്ക് ഡൺ സെക്കൻഡ് സെക്ഷൻ വരിക? P2 ഇൻറ്റു A2 ഇൻറ്റു ഡെൽറ്റ x2 ആണെന്ത്? വർക്ക് ഡൺ അറ്റ് എന്ത്? സെക്കൻഡ് സെക്ഷൻ. സോ നെറ്റ് വർക്ക് ഡൺ എന്തായിരിക്കും വരിക? W1 മൈനസ് W2 ഉണ്ടാവും. W1 മൈനസ് W2 എന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു P1 A1 ഇൻറ്റു ഡെൽറ്റ x1 മൈനസ് P2 A2 ഇൻറ്റു ഡെൽറ്റ x2 എന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നെറ്റ് വർക്ക് ഡൺ ഉണ്ടാവുക. റെഡി? ഇനി മക്കളെ എന്താ വരിക നോക്കടാ? ദാറ്റ് ഈസ് ഇത് ഇതിലേക്കായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ P1 A1 ശരിക്കും ഈ ഒരു വോളിയം തന്നെ അല്ലേ? ഈ വോളിയംസ് സെയിമാ. A1 ഇൻ ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ വോളിയംസ് ആണ്. അപ്പോൾ ഈ രണ്ട് വോളിയംസും എന്താണ്? സെയിം ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം P1 ഇൻറ്റു ഡെൽറ്റ വി. ഇത് നമുക്ക് ഡെൽറ്റ വി എന്ന് വിളിക്കാം, ഇതും ഡെൽറ്റ വി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ? P1 ഇൻറ്റു ഡെൽറ്റ വി മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇതാണ് എന്ത്? നെറ്റ് വർക്ക് ഡൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറയുമ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V1 സ്ക്വയർ. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh അല്ലേ? അപ്പോൾ m ഇൻറ്റു g ഇൻറ്റു h2 മൈനസ് m ഇൻറ്റു g ഇൻറ്റു എന്താണ്? h1. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ റോ ഇൻറ്റു മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കാൻ പോവാം. അപ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ ഡെൽറ്റ വി V1 സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് റോ ഡെൽറ്റ വി. ഇവിടെ എം ഉണ്ട്. എം പറഞ്ഞാൽ എന്താ? റോ ഡെൽറ്റ വി. ഞാൻ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ റോ ഡെൽറ്റ വി ഇൻറ്റു GH2 മൈനസ് GH1 എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? റെഡി? ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇവിടെ ഡെൽറ്റ വി ഉണ്ട്, ഇതിൽ കോമൺ ആയി ഡെൽറ്റ വി കിട്ടും, ഇത് കട്ടാവും. ഇവിടെ കോമൺ ഡെൽറ്റ വി ഒക്കെ കട്ടാവും. ഓക്കെ അല്ലേ? ഇനി ബാക്കി എന്തൊക്കെയുള്ളത് നോക്കിയാൽ മതി. P1 minus P2 is equal to half rho V2 square minus half rho V1 square plus H2 rho G. H2 rho G minus H1 rho G എന്നുണ്ടാവും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, 1 ഒക്കെ ഒരു ഭാഗത്തും 2 ഒക്കെ ഒരു ഭാഗത്തും ആക്കാം. സോ ഇവിടെ 1 ഉണ്ട്, അപ്പോൾ 1 ഒക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുക. അപ്പോൾ എന്താ? P1 plus half rho V1 square plus
H1 rho g is equal to ഈ P2 അങ്ങനെ ഉണ്ടാവും പ്ലസ് P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ അപ്പുറത്തുണ്ട് അല്ലേ അപ്പോൾ എന്താ വരിക ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് H2 റോ ജി എന്നുണ്ടാവും ഓക്കെ ആണല്ലോ ഇതാണ് സംഭവം അപ്പോൾ എന്താ ഏത് സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിലും സെക്കൻഡ് സെക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ സമ്മ് ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വരിക എന്നുള്ളതാണ് ഏതൊരു കാര്യം നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ചെയ്യുന്ന വർക്ക് മൈനസ് ഇവിടെ ചെയ്യുന്ന വർക്ക് നെറ്റ് വർക്ക് ഡൺ ആണ് ഓക്കെ അല്ലേ ആ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി വളരെ സിമ്പിളായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ പറ്റും വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് എന്ത് ബെർണോളി പ്രിൻസിപ്പിളും അതിൻ്റെ പ്രൂഫും ക്ലിയർ വിട്ട് കളയരുത് സിമ്പിൾ അടുത്ത് കാർനോട്ട് എഞ്ചിൻ ഈസ് എൻ ഐഡിയൽ എഞ്ചിൻ എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ എടാ മക്കളെ കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ ആദ്യം കൺസിഡർ ചെയ്യുക ഓക്കെ അല്ലേ പിന്നെ ഒരു സോഴ്സ് പിന്നെന്താ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് പിന്നെന്താണ് ഒരു സിങ്ക് അല്ല സിങ്ക് ഓക്കെ സോ ഇത് വരച്ചു വെക്കണം എന്തായാലും പിന്നെ നിങ്ങൾ പിന്നെ വരയ്ക്കേണ്ടത് ഒരു PV ഡയഗ്രാം ഇങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക ലൈക്ക് ദിസ് ഇങ്ങനെയാണ് PV ഡയഗ്രാം ഉണ്ടാവുക ഓക്കെ അതിൽ നിങ്ങൾ ഇങ്ങനെ പേര് കൊടുക്കുക സോറി 4 പോയിന്റ്സ് മാർക്ക് ചെയ്യുക 1 2 3 4 ഇതിൽ ഇങ്ങനെ ആരോ മാർക്സ് കൊടുക്കുക ഓക്കെ സോ ABCD ഓക്കെ ABCD ഇതിൽ AB എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് BC എന്താണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ് CD എന്താണ് ഐസോതെർമൽ കംപ്രഷൻ ആണ് DA എന്താണ് അഡിയബാറ്റിക് കംപ്രഷൻ ആണ് റൈറ്റ് ഓക്കെ സോ എന്നിട്ട് നമ്മൾ പറയാം എന്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക ഈ പിസ്റ്റൺ സിലിണ്ടർ അല്ലെങ്കിൽ ഈ സിസ്റ്റം ആര് മുകളിൽ കൊണ്ടുപോയി വെക്കും സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ Q1 ഹീറ്റ് ഈ പിന്നെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും എൻ്റർ ചെയ്യും അപ്പോൾ ഈ സിസ്റ്റം എന്ത് ചെയ്യും ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും സോ ഈ സിസ്റ്റം എന്ത് ചെയ്യും വർക്ക് ചെയ്യും ആ എക്സ്പാൻഷൻ വർക്കാണ് അപ്പോൾ വർക്ക് ഡൺ ബൈ സിസ്റ്റം ആണ് പോസിറ്റീവ് വർക്ക് ആയിരിക്കും അപ്പോൾ ഈ സാധനം എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ ആ ഒരു എന്താ പറയുക പിന്നെ എക്സ്പാൻഷൻ വർക്ക് ഓക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സമയം പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിൽ കൊണ്ടുപോയേക്കും ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടൊക്കെ ഈ ഒരു ഭാഗവും എന്താണ് അഡിയബാറ്റിക് വോളാണ് അതിൽ കൂടെ ഹീറ്റ് പോവില്ല ഓക്കെ അല്ലേ സോ ഇവിടെ കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്തു ഇതിൽ കൂടെ ഹീറ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു ഇവിടെ കൊണ്ടുപോയേക്കുമ്പോൾ എന്താണ് പിന്നെ മൊത്തം ഇൻസുലേറ്റിംഗ് ആയി ഈ ഇൻസുലേറ്റിംഗ് കൂടി ഹീറ്റ് പോവില്ല അപ്പോൾ എന്താ ഇവിടെ ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓക്കെ അഡിയബാറ്റിക് കാരണം എന്താ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തൊരു എക്സ്പാൻഷൻ സോ ഫസ്റ്റ് ഇവിടെ കൊണ്ടുപോയേക്കുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കും ഇവിടെ കൊണ്ടുപോയേക്കുമ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കും പിന്നെ ഇവിടെ കൊണ്ടുപോയേക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഹീറ്റ് സിങ്കിലേക്ക് പോകും അപ്പോൾ എന്താ അത് പിന്നെ ഈ പിസ്റ്റൺ താഴേക്ക് വരിക ചെയ്യുക അപ്പോൾ അവിടെ ഐസോതെർമൽ കംപ്രഷൻ ഒക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയേക്കുമ്പോൾ എന്ത് ചെയ്യും അഡിയബാറ്റിക് കംപ്രഷൻ അപ്പോൾ എന്താണ് ആദ്യത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഐസോതെർമൽ കംപ്രഷൻ അഡിയബാറ്റിക് കംപ്രഷൻ ഒരു സൈക്കിളായി അപ്പോൾ ആ ഒരു ഗ്രാഫായി റൈറ്റ് ഈ ഒരു സംഭവം നിങ്ങൾ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കയറും ഓക്കെ ഇവിടെ വെക്കുമ്പോൾ ഹീറ്റ് കയറലോ പുറത്ത് പോലോ അല്ല പക്ഷെ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും അഡിയബാറ്റിക്കലി പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്താണ് ഉള്ളിൽ നിന്ന് ഹീറ്റ് സിങ്കിലേക്ക് പോകും ഓക്കെ അല്ലേ എത്ര ഹീറ്റ് പോകും ഇവിടുന്ന് കയറിയ ഹീറ്റ് മൊത്തം പോകുമോ ഇല്ല കുറച്ച് ഹീറ്റേ പോവുള്ളൂ ഓക്കെ Q1 ഹീറ്റ് കയറിയാൽ Q2 ഹീറ്റേ പോവുള്ളൂ Q1 വലുതും Q2 ചെറുതുമായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും കൊണ്ടുവയ്ക്കുമ്പോൾ അഡിയബാറ്റിക്കലി ഒന്നും കൂടി അതെന്താവും കംപ്രസ്ഡ് ആവും റൈറ്റ് ഇതാണ് ഇതിൻ്റെ ഈ സൈക്കിളിൻ്റെ 4 പ്രോസസ്സുകൾ മനസ്സിലാക്കി വെക്കണേ നിർബന്ധമാണ് നെക്സ്റ്റ് Find equations of the first, second and third harmonics of standing waves formed in an open pipe and show that nu1 is to nu2 is to nu3 is 1 is to 2 is to 3 okay അല്ലേ അപ്പോൾ സാധനം എന്താണ് ഓപ്പൺ പൈപ്പാ എടാ ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ഓപ്പൺ പൈപ്പ്സിൻ്റെ എൻഡിൽ ആൻറ്റിനോഡ്സേ ഉണ്ടാവാൻ പറ്റുള്ളൂ ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ക്ലോസ്ഡ് പൈപ്പിൽ ഒരു ഭാഗം ഓപ്പണും മറ്റേ ക്ലോസ്ഡ് ആയിരിക്കും ക്ലോസ്ഡിൽ എപ്പോഴും നോഡാണ് ഉണ്ടാവുക ഓപ്പൺ ഭാഗത്ത് എപ്പോഴും ആൻറ്റിനോഡ്സ് ഉണ്ടാവുക സോ ഇവിടെ ആൻറ്റിനോഡ് വേണം അപ്പം ഇവിടെയും ആൻറ്റിനോഡ് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഇതാ ഇവിടെ ആൻറ്റിനോഡ് അപ്പോൾ പിന്നെ നോഡ് പിന്നെ ആൻറ്റിനോഡ് ഇങ്ങനെ ഉണ്ടാവുക സോ ദിസ് ഈസ് ആൻറ്റിനോഡ് ദിസ് ഈസ് നോഡ് ഇത് ആൻറ്റിനോഡ് ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ മോഡ് ഓപ്പൺ പൈപ്പിൽ ഇതാണ് ഓക്കെ സോ ഇവിടെ ഞാൻ കാണുമ്പോൾ ലിസൺ മക്കളെ ആൻറ്റിനോഡും തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ λ/2 അപ്പോൾ ഈ ഒരു നീളം L ആണെങ്കിൽ
L എന്ന് പറഞ്ഞാൽ lambda 1/2 ആണ്. lambda 1 എന്ന് പറഞ്ഞാൽ 2L ആണ്. So nu 1 എന്ന് പറഞ്ഞാൽ V by lambda 1 ആണ്. That is equal to V by 2L ആണ്. Okay, this is nu 1. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് nu 1 എങ്ങനെ എഴുതാം? Vക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ്, അപ്പോൾ 1/2L ഇൻറ്റു Vക്ക് പകരം റൂട്ട് ഓഫ് B by rho അല്ലെങ്കിൽ ഗാമ P by rho എന്നും കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ദിസ് വൺ, സോ nu 1 is equal to 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ P by rho എന്ന് കൊടുത്താലും തെറ്റില്ല. ഓക്കെ, ഇത് ഫണ്ടമെന്റൽ മോഡ്. ഇനി അടുത്ത മോഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വരും, ലൈക്ക് ദിസ്. കണ്ട, ഇങ്ങനെ. ഇതെന്താണ്? ആൻറ്റിനോഡ്. ഇതെന്താണ്? നോഡ്. ആൻറ്റിനോഡ്, നോഡ്, ആൻറ്റിനോഡ്. ഓക്കെ, സോ ഇവർ തമ്മിൽ λ/2, ഇവർ തമ്മിൽ λ/2. സോ മൊത്തം ഒരു ഫുൾ ലാംഡ. ഓക്കെ അല്ലേ? സോ ലെങ്ത് L is equal to എന്താണ്? λ2 ആണ്. സോ 1 is nu 2. nu 2 is equal to V by λ2 ഉണ്ട്. ദാറ്റ് ഈസ് V by L ഉണ്ട്. 2 times V by 2L എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? സോ V by 2L ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2 times nu 1 എന്ന് എഴുതാം. സോ വാട്ട് ഈസ് nu 2? nu 2 is equal to 2V by L അല്ലെങ്കിൽ V by L ആണ്. സോ 1/L ഇൻറ്റു റൂട്ട് ഓഫ് എന്തെഴുതാം? B by rho എന്ന് എഴുതാം, അല്ലെങ്കിൽ ഗാമ P by rho എന്ന് എഴുതാം, തെറ്റില്ല. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത ഇത് കാണുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ വരിക? തേർഡും കാണണ്ടേ? 1:2:3 പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ മൂന്നാമത്തെ നമ്മൾ വരക്കുകയാണെങ്കിൽ മക്കളെ നോക്കണേ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓക്കെ, ഇവിടെ അര ഉണ്ട ഒരു ഫുള്ളുണ്ട, ഇവിടെ അര ഉണ്ട ഒരു ഉണ്ട, അപ്പോൾ എത്രയായി? 2 ഉണ്ട. ഇനി എത്ര വേണം? 3 ഉണ്ടാസ്. അതിൽ 2 അരകളും പിന്നെ 2 ഫുള്ളും. അപ്പോൾ നോക്കി കണ്ടോ, ഇതാ ലൈക്ക് ദിസ്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് വരക്കാൻ പഠിക്കണേ കറക്റ്റായിട്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതാണ് അടുത്ത മോഡ്. ഓക്കെ, സോ ദിസ് ഇസ് ആൻറ്റിനോഡ്, ഇത് നോഡ്, ആൻറ്റിനോഡ്, നോഡ്, ആൻറ്റിനോഡ്, നോഡ്, ആൻറ്റിനോഡ്. ഇത് λ/2 ആണ്, ഇത് λ/2 ആണ്, ഇത് λ/2. മൊത്തം 1.5 ഇത് ഒരു ഫുൾ ലാംഡ. ഓക്കെ, ഇത് അര ലാംഡ. അപ്പോൾ എന്തായി? 1.5, 3/2. അപ്പോൾ എന്താ മക്കളെ വരിക? L is equal to 3/2 λ3 എന്നുണ്ടാവും. സോ വാട്ട് ഈസ് λ3? 2L/3 എന്ന് വരും. സോ വാട്ട് ഈസ് nu 3? nu 3 is equal to V by λ3. V by λ3. That is equal to V by 2L/3. That is 3V by 2L ഉണ്ടാവും. So nu 3 becomes equal to 3 times V by 2L ആണ്. That is 3 into nu 1 എന്നെഴുതാം. Okay, so what is nu 1 is to nu 1 is to nu 2 is to nu 3 is equal to nu 1 is to nu 2 പറഞ്ഞാൽ എന്താ? 2 nu 1. അപ്പോൾ എന്താ? 2 nu 1 is to nu 3 പറഞ്ഞാൽ എന്താ? 3 nu 1. So 3 nu 1. nu 1 nu 1 nu 1 കട്ടായാൽ 1 is to 2 is to 3 is the answer. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് സോൾവ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2 വീഡിയോസ്, അത് രണ്ടാമത്തെ പാർട്ടാണ്. ഈ 2 വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സൂപ്പറായിട്ട് ടോപ്പ് ലെവലിലേക്ക് എത്താനുള്ള മാർക്ക് ഉണ്ട്. മേ ബി എന്താ പറയുക, ഒരു A+ എത്താനുള്ള മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൂപ്പറായിട്ട് കിട്ടാൻ ചാൻസ്. കാരണം നമ്മൾ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ട്രാജക്ടറി ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? ഒരു പ്രൊജക്ടൈൽ ഫോളോ ചെയ്യുന്ന ട്രാജക്ടറി. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ. ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, ബിക്കോസ് നേരത്തെ നമ്മൾ ചെയ്ത കാര്യമാണ്. മാക്സിമം ഹൈറ്റ് കാണുള്ളത് 3 മാർക്സിനാണ് ചോദിച്ചത്. ഓക്കെ, സിമ്പിൾ ഫിഗർ വരയ്ക്കുക, വൃത്തിയായിട്ട് എഴുതുക കേട്ടോ, നീറ്റ്നെസ്. ഓക്കെ, ഇനി അടുത്ത്, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 meter per second. സോ യു എത്ര? 28. in a direction of 30 degree above the horizontal. So theta എന്താ? 30 degree. അടുത്ത, value of horizontal. Value of acceleration at the place is okay. G value 9.8 in the question level പറഞ്ഞിട്ടുണ്ട്. Okay, ഇനി അടുത്ത്, calculate time of flight. മക്കളെ എന്താ പണിയുണ്ടോ? Time of flight is equal to u sin theta by g ആണ്. Okay, നേരെ കൊടുക്കുക. 2 into u എന്താ? 28 into sin theta പറഞ്ഞാൽ എന്താ? sin 30 by g എന്താ? 9.8. വേഗം വാല്യൂ കൊടുക്കുക, സോൾവ് ചെയ്യുക.
ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ കട്ട് ചെയ്യുക. sin 30 പറഞ്ഞാൽ ഹാഫാ, ആ ഹാഫും ഈ 2 കൂടി എന്താവും കട്ടാവും, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. റൈറ്റ്. നെക്സ്റ്റ് അടുത്തെന്താ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ u സ്ക്വയർ sin 2θ/g ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു u എത്ര 28 സ്ക്വയർ ഇൻറ്റു sin 2θ പറഞ്ഞാൽ എന്താ 2 × 30 ബൈ g പറഞ്ഞാൽ അത്ര 9.8 ഇസ് ഈക്വൽ ടു 28 സ്ക്വയർ ഇൻറ്റു sin 60 ഉണ്ടാവും കേട്ടോ, sin 60/9.8. നേരെ സോൾവ് ചെയ്യുക, ആൻസർ ചെയ്ത്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചില കുട്ടിക്ക് സംശയം ഉണ്ടാവും, എന്ത് ഈ ജിക്ക് മൈനസ് കൊടുക്കണ്ടേന്ന്, ഈ ജിക്ക് മൈനസ് കൊടുക്കണ്ടേന്ന്. കൊടുക്കരുത്. കാരണം നിങ്ങൾ ആ ജിക്ക് നെഗറ്റീവ് ഒക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ അത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ആ ജിക്കും ഈ ജിക്കും ഒക്കെ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അവരുടെ അവകാശമായ നെഗറ്റീവ് നിങ്ങൾ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഇക്വേഷനാണ് ഇത്. നിങ്ങൾ വീണ്ടും ഈ ഇക്വേഷനിലേക്ക് ജിക്ക് നെഗറ്റീവ് കൊടുക്കാൻ നിന്നാൽ നിങ്ങൾ ആ കൊടുത്ത നെഗറ്റീവ് ഇല്ലാണ്ടാവും. അപ്പം നിങ്ങൾ കൊടുത്തില്ല എന്നാവും. പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ഇക്വേഷനിലെ ജിക്ക് നിങ്ങൾ എന്ത് കൊടുക്കരുത്, നെഗറ്റീവ് ഇനിയും കൊടുക്കരുത് പറയാനുള്ള കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. മക്കളെ എന്താ ന്യൂട്ടന്റെ തേർഡ് ലോ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്താ ഫസ്റ്റ് ലോ? എവറി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ an external unbalanced force. ഓക്കെ, പിന്നെ the rate of change of momentum, second law, rate of change of momentum of a body is directly proportional to the net external force on that body. Set അല്ലേ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 billiards balls each of mass 0.05 kilogram. 2 ബില്യാർഡ്സ് ബോൾസ് ഉണ്ട്, ഓരോന്നിൻ്റെയും മാസ് എത്രയാണ്? 0.05 കിലോഗ്രാം ആണ്. ഈ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് സ്പീഡ്, അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാണ്? പോവാണ്. എത്ര സ്പീഡിലാണ് മക്കളെ? 6 m/s സ്പീഡിലാണ് അവർ പോണത്. കൊളൈഡ് ആൻഡ് റീബൗണ്ട് വിത്ത് ദ സെയിം സ്പീഡ്. അവർ കൊളൈഡ് ചെയ്തു, പിന്നെ അവരെന്ത് ചെയ്തു? റീബൗണ്ട് ചെയ്തു. എത്ര സ്പീഡിലാണ്? അതേ സ്പീഡിൽ അവരെന്ത് ചെയ്യാണ്? റീബൗണ്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ഈച്ച് ബോൾ ഡ്യൂ ടു ദ അതർ? ഓരോ ബോളിന്റെ മുകളിലും മറ്റേ ബോൾ ഇമ്പാർട്ട് ചെയ്യുന്ന എന്ത് കാണണം? ഇമ്പൾസ് കാണണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്റെ മുകളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ഇമ്പൾസ് അല്ലെങ്കിൽ ഇവന്റെ മുകളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ഇമ്പൾസ് കാണാം. എന്തായാലും എങ്ങനെ മക്കളെ നമ്മൾ ഇമ്പൾസ് എങ്ങനെ കാണാം? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. എന്താണ്? change in momentum. That is equal to change in momentum. That is equal to mass into velocity, mv minus mu. പക്ഷെ നല്ല ശ്രദ്ധിക്കണം, ഇത് വെക്ടർ ആണ്. നല്ല ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇവനെടുക്കാൻ പോവാണ്. ഇയാളുടെ വെലോസിറ്റി, അയാൾ ആദ്യം ഇങ്ങോട്ടേക്കായിരുന്നു, ഇപ്പം അങ്ങോട്ടേക്കാണ്. സോ ഫൈനൽ മൊമെൻറ്റം അങ്ങോട്ടേക്കാണ്. ഫൈനൽ മൊമെൻറ്റം അങ്ങോട്ടേക്കും ഇനീഷ്യൽ മൊമെൻറ്റം ഇങ്ങോട്ടേക്കും. ഓക്കെ, സോ ഞാൻ അങ്ങോട്ടേക്ക് പ്ലസും ഇങ്ങോട്ടേക്ക് മൈനസും ആക്കി എടുക്കുകയാണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം എന്താ? മാസ് എത്ര? 0.05 ഇൻറ്റു ഇവൻ്റെ വെലോസിറ്റി എത്ര? 6. അങ്ങോട്ടേക്കായതുകൊണ്ട് ഞാൻ +6 എടുക്കുന്നു. ഓക്കെ, മൈനസ് ഇവൻ്റെ മൊമെൻ്റ് ആയി വേണ്ടത്, ഇനീഷ്യൽ മൊമെൻ്റ്. എന്താ? -0.05 ഇൻറ്റു ഇവൻ്റെ വെലോസിറ്റിയും 6 പക്ഷേ ലെഫ്റ്റ് എന്താ? -6 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. അത് പ്ലസ് ആകുമ്പോൾ എന്താ മക്കളെ വരിക? 0.05 ഇൻറ്റു 6 പ്ലസ് 0.05 ഇൻറ്റു 6. ഓക്കെ, ചക്ക പ്ലസ് ചക്ക, 2 ചക്ക. അപ്പോൾ എന്താ ഇവിടെ ചക്ക ആരാ? 0.05 ഇൻറ്റു 6. അപ്പോൾ 2 ഇൻറ്റു 0.05 ഇൻറ്റു 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.05. എന്താ? 0.1 അല്ലേ വരിക? ആണ്. അപ്പോൾ എന്ത് വരും മക്കളെ പറ? പിന്നെ 0.1 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആൻസറിൽ ചില ആൾക്കാർക്ക് +6.6 എന്ന് കിട്ടും, ചില ആൾക്കാർക്ക് -0.6 എന്ന് കിട്ടും. കാരണം എന്താ? ഒരാൾ ഇവൻ്റെ ഇമ്പൾസ് ആണ് കാണുന്നതെങ്കിലോ ഇവൻ്റെ ഫൈനൽ മൊമെൻ്റ് ലെഫ്റ്റിക്കാ, അത് നെഗറ്റീവാ, ഇനീഷ്യലി റൈറ്റിക്കാ, അത് പോസിറ്റീവാ. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? അതിൻ്റെ നെഗറ്റീവ് വാല്യൂ കിട്ടും. ഞാൻ ഇവൻ്റാണ് കണ്ടത്, അതുകൊണ്ട് എനിക്ക് പ്ലസ് കിട്ടി. ഇയാളുടെ കാണുമെങ്കിൽ എനിക്ക് മൈനസ് കിട്ടുക. ഓക്കെ അല്ലേ? റൈറ്റ്. നെക്സ്റ്റ്. അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പൾസിൻ്റെ കേസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു എന്താണ്? ടൈം ഡ്യൂറേഷൻ. ഓക്കെ, യെസ്. അടുത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. മക്കളെ വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ, നെക്സ്റ്റ്.
Power is the time rate at which work is done. Okay, time rate at which work is done ആണ് ശരിക്കും പവർ എന്ന് പറഞ്ഞാൽ work by time ആണ്. നെക്സ്റ്റ്, write an equation for power in terms of force and velocity. പവറിന്റെ ഇക്വേഷൻ ആണ്. പവറിന്റെ ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ടേംസിൽ പവറിന് ഇക്വേഷൻ ഉണ്ടാക്കണം. അത് എഫ് ഡോട്ട് വി ആണ് ശരിക്കും ഇക്വേഷൻ. അതെങ്ങനെ കിട്ടിയ വെച്ചാൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് പറഞ്ഞാൽ എന്താ, എഫ് ഡോട്ട് എസ് ആണ് അല്ലേ, എഫ് ഡോട്ട് എസ് ബൈ ടൈം ആണ്. എസ് ബൈ ടി എന്താണ്, വെലോസിറ്റി. അപ്പോൾ എന്താ എഫ് ഡോട്ട് വി ആയി മാറി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ, വെലോസിറ്റി ആയതുകൊണ്ട് അങ്ങനെ വന്നു. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എഫ് ഡോട്ട് ബി. അത് എഴുതി ഞങ്ങൾക്ക് എന്ത് കിട്ടി, 1 മാർക്കായി. അടുത്ത ക്വസ്റ്റ്യൻ, പവർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ്. ഇതിൽ ഏതാണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത്? ജൂൾ പെർ സെക്കൻഡ് പവറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഹോഴ്സ് പവർ പവറിന്റെ യൂണിറ്റ് ആണ്. കിലോ വാട്ട് ഹവർ, ഇത് വാട്ട്, കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്. പക്ഷേ കിലോ വാട്ട് ഹവർ എന്ന് പറയുമ്പോൾ പവർ ഇൻറ്റു ടൈമായി. പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വർക്കാ. അപ്പോൾ ഇത് പവറിന്റെ യൂണിറ്റ് അല്ല, ഇത് വർക്കിന്റെ യൂണിറ്റ് ആണ്. വാട്ടോ പവറിന്റെ യൂണിറ്റ് ആണ്. സോ ഇതിൽ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്, കിലോ വാട്ട് ഹവറാ. അതുകൊണ്ട് ഏതാ ഇവിടുത്തെ ആൻസർ, കിലോ വാട്ട് ഹവർ. ഇവിടുത്തെ ആൻസർ കിലോ വാട്ട് ഹവർ ആണ്. ഓക്കെ, 1 മാർക്കായി. അടുത്ത്, എൻജിൻ ഓഫ് എ ബസ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, എന്താണ് ദ എൻജിൻ ഓഫ് എ ബസ് ഓഫ് മാസ് 5000 കിലോഗ്രാം. ഓക്കെ അല്ലേ, 5000 കിലോ. അപ്പോൾ ഇത് കിലോ വാട്ട് ഹവർ ആണ്. ഓക്കെ, ഈ സി ക്വസ്റ്റ്യൻ, 5000 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബസ് ഉണ്ട്. അത് ആക്സിലറേറ്റ് ചെയ്യുന്നു ഫ്രം 2 മീറ്റർ പെർ സെക്കൻഡ് ടു 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 120 സെക്കൻഡ്സ്. കാൽക്കുലേറ്റ് ദ പവർ എക്സ്പെൻഡഡ് ബൈ ദ എൻജിൻ. ഓക്കെ അല്ലേ, എൻജിൻ എക്സ്പെൻഡ് ചെയ്യുന്ന പവറാണ്. മക്കൾ നോക്കടാ, പവറിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പി ഇസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഉപയോഗിക്കാം നമ്മുടെ വർക്ക് ബൈ ടൈം ജനറൽ ഇക്വേഷൻ ആണ്. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കാരണം ബസ്സിന്റെ കൈനറ്റിക് എനർജി ആണ് മാറുന്നത്. ഓക്കെ, ഒരു ബോഡിയുടെ ഇപ്പൊ ബസ്സിന്റെ കൈനറ്റിക് എനർജി മാറാനുള്ള കാരണം എന്താ, ആരോ ബസ്സിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അയാൾ ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ എന്തായിട്ട് മാറുന്നത്, കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ബസ്സിന്റെ മുകളിൽ ചെയ്ത വർക്കാണ് നമുക്ക് വേണ്ടത്. ബസ്സിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ എന്താണ്, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ബൈ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, ഹാഫ് എം വി സ്ക്വയർ. നേരെ കൊടുക്കുക, വാങ്ങി ഇങ്ങനെ എടുത്തോ, ഹാഫ് എമ്മിനെ പുറത്തേക്ക് എടുത്താലോ. അപ്പം എന്താ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. എന്താ, വി എത്ര, 20 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ ടൈം ടേക്കൺ ഈസ് 120 സെക്കൻഡ്സ്. മാസ് എന്നുള്ള എത്ര, ഹാഫ് ഇൻറ്റു മാസ് എത്ര, 5000. സോ ഹാഫ് ഇൻറ്റു 5000, സോറി 5000 ഇൻറ്റു 400 മൈനസ് 4 ഡിവൈഡ് ബൈ 120. ഇത് സോൾവ് ചെയ്യുക, അത്രയും വാട്ട്സ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ്. ഇത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇതിന്റെ എക്സ്പ്രഷനും അതുപോലെ എസ്കേപ്പ് സ്പീഡ് എന്താണെന്നുള്ളതും കൃത്യമായി പറഞ്ഞു. എവിടെ, തൊട്ട് മുൻപത്തെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ. അത് നിങ്ങൾ എന്തായാലും കാണണേ. ഓക്കെ, അപ്പോൾ അതിലുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, അടുത്ത്, ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ മെഷീൻ ഈസ് ഷോൺ ബിലോ. ഒരു മെഷീൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, ഈ സാധനം എന്താന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഈ സാധനം എന്താ മക്കളെ, എങ്ങനെ കണ്ടിട്ട് എന്താ ഈ സാധനം എന്താ തോന്നുന്നു, ഒരു കാറ് പൊക്കുക അല്ലേ, ഒരു കാറ് ഇങ്ങനെ പൊക്കുകയാണ്. കാറ് പൊക്കുമ്പോൾ ഈ സാധനം എന്താ, ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റാ. പാസ്കൽസ് ലോന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. പാസ്കൽസ് ലോ എന്താ നമുക്കറിയാം. എന്താണ് പാസ്കൽസ് ലോ, എന്താണ്, ദ പ്രഷർ അപ്ലൈഡ് ടു എ ക്ലോസ്ഡ് കൺഫൈൻഡ് ഫ്ലൂയിഡ് will transmit undiminished to everywhere and every direction. ഒരു ക്ലോസ്ഡ് കൺഫൈൻഡ് ഫ്ലൂയിഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷർ ആ ഫ്ലൂയിഡിലൂടെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങനെ, അൺഡിമിനിഷ്ഡ്, ഒട്ടും കുറവില്ലാതെ എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ, അതാണ് പാസ്കൽസ് ലോ. അതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ശരിക്കും എന്ത്, ഈ സാധനം, ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ഫിഗർ, ഈ ഒരു ഫിഗറിൽ 3000 കിലോഗ്രാം, കാറിന്റെ മാസ് എത്ര, 3000 കിലോഗ്രാം. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പിസ്റ്റൺ ക്യാരിയിങ് ദ കാർ ഈസ് 425 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ഏരിയ എത്ര മക്കളെ, 425 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റും കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രഷർ ഓൺ ദ സ്മോളർ പിസ്റ്റൺ. ഓക്കെ, എടാ മക്കളെ നോക്കടാ, ഇവിടുത്തെ പ്രഷറാ ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രഷറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ കണ്ടാൽ മതി. ഓക്കെ, സോ സ്മോളർ പിസ്റ്റണിലെ പ്രഷർ ഇസ് ഈക്വൽ ടു അവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ അടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഫോഴ്സാണ് കിട്ടേണ്ടത്? കാറിനെ പൊക്കാൻ കാറിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സാണ് കിട്ടേണ്ടത്. അപ്പോൾ കാറിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ കിട്ടേണ്ടത് എന്ത്? ഫോഴ്സ്. അപ്പോൾ കാറിൻ്റെ വെയിറ്റ് എന്താ? 3000 ഇൻറ്റു 9.8 കാറിൻ്റെ വെയിറ്റ് ബൈ ഇനി അവിടുത്തെ ഏരിയ അങ്ങ് തന്നില്ലേ എത്ര? 425 ഇൻറ്റു 10⁻⁻⁴. ഇതങ്ങ് സോൾവ് ചെയ്യുക. ഇത്രയും എന്ത്? പാസ്കൽ. ഇത്രയും എന്ത്? പാസ്കൽ. അതാണ് ഇവിടെ ചോദിച്ച ചോദ്യം. 3 മാർക്കാണ് മക്കളെ ചോദിച്ചു. 3 മാർക്ക്. ഇത് 3 മാർക്കിന് പോയിട്ട് 2 മാർക്കിന് പോലും കൃത്യമായിട്ട് ഇത് ചെയ്യാനൊന്നുമില്ല. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. ഓക്കെ, ഇതാ കോവിഡിൻ്റെ സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. A transition of matter from any one state to another is called a change of state. Change of state. Solid liquid ആയി മാറുക, ലിക്വിഡ് ഗ്യാസ് ആയി മാറുക, ഗ്യാസ് ലിക്വിഡ് ആയി മാറുക, ലിക്വിഡ് സോൾഡ് ആയി മാറുക. അതൊക്കെ എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, the temperature at which the solid and liquid states of a substance are in thermal equilibrium is called. മക്കളെ, സോൾഡും ലിക്വിഡും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരെന്താ പറയുക നിങ്ങൾക്ക്? മെൽറ്റിംഗ് പോയിന്റ്. ആ ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ഇനി ലിക്വിഡും ഗ്യാസും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത് ഏതാണ്? ഏത് ടെമ്പറേച്ചറിലാണ്? ബോയിലിംഗ് പോയിന്റിലാണ്. ഓക്കെ, നെക്സ്റ്റ്. The value of latent heat of substance depends on its pressure. State whether this statement is true or false. തീർച്ചയായിട്ടും ഒരു സബ്സ്റ്റൻസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണെങ്കിലും വേപ്പറൈസേഷൻ ആണെങ്കിലും ലേറ്റൻറ്റ് ഹീറ്റ്. ഈ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റാണ് എന്ത്? ലേറ്റൻറ്റ് ഹീറ്റ്. സോൾഡ് ലിക്വിഡ് ആവാനും ലിക്വിഡ് ഗ്യാസ് ആവാനും അതിലേക്ക് ലേറ്റൻറ്റ് ഹീറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഉപയോഗിച്ചാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസിഷൻ ഒക്യൂർ ചെയ്യുക. റൈറ്റ്? ഓക്കെ, അപ്പോൾ അതാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ മതി, ട്രൂ ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ്. 0.3 kilogram of ice melts completely. Mass of ice എത്ര? 0.3 kilogram. Okay, by absorbing 10⁵ joule of heat. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്? 10⁵ joule ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്. കാൽക്കുലേറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണണം മക്കളെ. Q is equal to mLF ന്നും Q is equal to mLV എന്ന ഇക്വേഷൻ ഉണ്ട്. ഇത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ ഇക്വേഷൻ. മറ്റൊന്ന് Q is equal to mLV എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഹീറ്റ് റിക്വയർഡ് ഫോർ എന്താണ്? ബോയിലിംഗ് ആണ്. ഓക്കെ, ബോയിലിംഗ് എന്നുള്ളതല്ല, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഇത്രയും Q കൊടുത്താലാണ് m മാസ്സുള്ള ബോഡി എന്ത് ചെയ്യുക? അത് ഫുൾ എന്തായിട്ട് മാറുക? ലിക്വിഡായിട്ട് മാറുക. ഓക്കെ, സോ ചോദിച്ചാൽ എന്താണ്? ഇത്രയും ഐസ് മെൽറ്റ് ചെയ്യാൻ ആവശ്യം ഇത്രയും ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണാം, LF കാണണം. സോ വാട്ട് ഈസ് LF? LF is equal to heat required by mass. Q എത്ര? 10⁵ ബൈ മാസ് എത്ര? 0.3. നേരെ അടിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഉണ്ടാവുക ജൂൾ പെർ കിലോഗ്രാമിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇത് ടെമ്പറേച്ചർ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് അല്ല കേട്ടോ. ഇതെന്താ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനുള്ള ഇക്വേഷൻ, ഹീറ്റിൻ്റെ ഇക്വേഷനാണ്. ഈ ടെമ്പറേച്ചർ മാറാൻ, ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ മാറാൻ ഹീറ്റ് കൊടുക്കണം. ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ MS∆T ആണ്. എന്താണ്? MS∆T. ഇതെന്തിനാ? ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ. Q is equal to mLF. ഇതെന്താ? സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് ആവാൻ വേണ്ട ഹീറ്റ്. Q is equal to mLV. ഇതെന്താ? ഇത് ലിക്വിഡ് സബ്സ്റ്റൻസ് ഗ്യാസ് ആവാൻ വേണ്ട ഹീറ്റ്. അപ്പോൾ ഇത് രണ്ടും ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ആവശ്യമായ ഹീറ്റാണ്. ഇതെന്താണ്? അത് ടെമ്പറേച്ചർ മാറാൻ ആവശ്യമായ ഹീറ്റാണ്. റെഡി? ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്. The displacement time relation of a simple harmonic motion is shown. Okay, now draw a graph showing the corresponding velocity time relation. എടാ, ഇതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം റിലേഷൻ ഞാൻ വരക്കാൻ പോവാണ്. ഇവിടെ നോക്കുക, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് മിനിമാവല്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെയാണ് 0. ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമാവല് നമ്മുടെ ബോഡി ഓസിലേഷനുള്ള ബോഡി മീൻ പൊസിഷനിലെത്തുമ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുക. അപ്പോൾ ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഇതെന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ടൈമാണ്.
അപ്പോൾ ആദ്യം ഇതാ ഇവിടെ ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എവിടെ +a അവിടെ. ഓക്കെ, എന്ന് പറയാം ഞാൻ കാണിച്ചതാ. ഇതാണ് മെയിൻ പൊസിഷൻ. ബോഡി ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ആംപ്ലിറ്റ്യൂഡിൽ. ഇനി ബോഡി ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരൂലേ, ഇവിടെ എത്തുമല്ലോ, -aയിലും എത്തും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് ടൈം 0 ആകുമ്പോൾ ഇവിടുന്ന് തുടങ്ങണേ അല്ലേ. അപ്പോൾ അവിടെ തുടങ്ങുമ്പോൾ അവിടെ നല്ല എന്തുണ്ടാവും, അവിടെ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം 0 കൂടുതലാണ്. ടൈം ഗോസ് ഓൺ ഇൻക്രീസിങ്, ആ ബോഡിന്റെ എന്താ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്താവും, ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. പിന്നെ അത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നെഗറ്റീവിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് കൂടി വരും. ഇവിടെ എത്തുമ്പോൾ എന്താണ്, മാക്സിമം ലെഫ്റ്റിലേക്ക് എന്തുണ്ടാകും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, സോ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ബോഡി ഈ ഒരു പാർട്ടിക്കിള് ഇവിടെ എത്തുമ്പോൾ അവന് വെലോസിറ്റി ഇല്ല, ഇവിടെ എത്തുമ്പോഴോ മാക്സിമം വെലോസിറ്റിയാണ്, ഇവിടെ എത്തുമ്പോഴോ വെലോസിറ്റി വീണ്ടും 0. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, ഇവൻ വരുന്നത് ഇപ്പം എങ്ങോട്ടേക്കാ, ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ വെലോസിറ്റി 0ആണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി ഇങ്ങനെ ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കൂടി ഇവിടെ കൂടി പിന്നെ കുറഞ്ഞ് 0 ഇങ്ങനെ കളിക്കുക അല്ലേ. അങ്ങോട്ട് കൂടി ഒന്ന്. അപ്പോൾ ശരിക്കും പെൻഡിലും നോക്കിയാൽ മതി. ഇവിടെ മാക്സിമം വെലോസിറ്റി ആയിരിക്കും, അങ്ങോട്ട് കുറഞ്ഞ് 0. ഇവിടെ കൂടി മാക്സിമം കുറഞ്ഞ് 0. കൂടി മാക്സിമം കുറഞ്ഞ് 0. അങ്ങനെ ഇത് കളിക്കാം ആണ്. അപ്പോൾ ലിസൺ, അപ്പോൾ നമ്മൾ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വെലോസിറ്റി ടൈം. ഇത് വെലോസിറ്റി ആണ്, ഇത് ടൈമാണ്. സോ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് നോക്കുമ്പോൾ ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി എന്താണ്, 0. ഇനി ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്താണ്, മാക്സിമം ആണ് വേണ്ടത്. അത് പ്ലസ് ആണോ മൈനസ് ആണോ, ഇങ്ങോട്ടല്ലേ വരുന്നത്, മൈനസ്. അപ്പോൾ എന്താ, ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റി ഇവിടെ എത്തി. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യണം, നെഗറ്റീവ് തന്നെയാണ്, കുറഞ്ഞ് എന്തായി 0. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്താണ്, 0. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഇനി അടുത്തത് എന്താ, ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ വെലോസിറ്റി 0 ആണ്, അങ്ങോട്ടേക്ക് കൂടി വരണം. അപ്പോൾ എന്താ വെലോസിറ്റി ഇവിടുന്ന് കൂടി മാക്സിമം കുറഞ്ഞ് 0. ഓക്കെ അല്ലേ. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്ത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെഡി. ഇനി അടുത്തത് എന്താ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ് ഇഫ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഗ്രാവിറ്റി അറ്റ് പ്ലേസ് 9 പോയിന്റ്. ഓക്കെ, അപ്പോൾ നോക്കടാ എന്താണ് പറഞ്ഞത്, ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം കാണണം, വിച്ച് ടിക്സ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് പെൻഡുലാണ്. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിരിക്കും, ഓർത്ത് വെക്കുക. ഓക്കെ, വിച്ച് ടിക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടിം അടിക്കൂലേ. അപ്പോൾ ഒരു ടിം അടിച്ചു, അടുത്ത ടിം അടിക്കുമ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വീൻ ഗ്യാപ്പ് 1 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് അടിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ബോഡിൻ്റെ ഹാഫ് ടൈം പീരീഡിലാണ് ടിം എന്നടിക്കുക. അപ്പോൾ ഹാഫ് ടൈം പീരീഡ് എത്രയാണ്, 1 സെക്കൻഡാണ്. അപ്പോൾ ഫുൾ ടൈം പീരീഡോ, ഒരു ടൈം പീരീഡോ 2 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, സോ 2 സെക്കൻഡ്സ് ടൈം പീരീഡ് എടുക്കുക. അപ്പോൾ T is equal to 2π√L/g എന്ന ഇക്വേഷൻ എടുത്തിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താ, T² is equal to 4π²L/g. ഇവിടുന്ന് L എന്താ വരിക, T²g/4π² എന്നുണ്ടാവും. ഓക്കെ, ടിക്ക് വാല്യൂ 2 കൊടുക്കുക, ജി കൊടുക്കുക, എല്ലാം കൊടുക്കുക, അപ്പം കയ്യിൽ കിട്ടും. ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എക്സാമിനേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. ഓക്കെ, തൊട്ട് മുൻപത്തെ വീഡിയോസിലും നമ്മൾ എന്താണ് പ്രധാനമായി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഇതിൽ കാണുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഊർജിതമാക്കുക, സൂപ്പറായിട്ട് എക്സാം എഴുതുകയും ചെയ്യുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.